നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ ഓരോ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവും. എന്നാൽ എക്കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളുമാണ്. ആ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വഴിയൊരുക്കുന്ന സ്ത്രീകളുടെ സ്വന്തം ഷോ ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്നത്തെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ അതിഥികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ശബ്ദം കൊണ്ട് ഇവരെ ഒരുപാട് ഇഷ്ടമാണ്. ഇവരുടെ ശബ്ദം കൊണ്ട് നമുക്ക് ഏതൊരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ വന്നാലും ഇവരുടെ ശബ്ദം അതിൽ എടുത്തു നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരുപാട് സിനിമകളിലും സീരിയലുകളിലുമായിട്ട് ഇവരുടെ ശബ്ദം നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രണ്ട് ഡബ്ബിംഗ് പുലികളെയാണ് ഇന്നത്തെ റെഡ് കാർപ്പറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ദേവി ആൻഡ് ശോഭി തിലകൻ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. തീത എന്ന് പറയുന്ന സീരിയൽ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ സീരിയലിലും എനിക്ക് സൗണ്ട് തന്നത് ദേവി ചേച്ചിയാണ്. സോ താങ്ക് യു. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാണ്, നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് അഭിനയിച്ചു, പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടു. സുഖമായിട്ടിരിക്കണു. നിങ്ങളുടെ ഒരുപാട് വിശേഷങ്ങൾ, അതായത് നിങ്ങളുടെ ഡബ്ബിംഗ് വിശേഷങ്ങളും നിങ്ങളുടെ ബാക്കി ജീവിത വിശേഷങ്ങളും ഒക്കെ നമുക്ക് അറിയാനുള്ള സമയമാണ്. റെഡിയല്ലേ? റെഡിയല്ലേ? നോക്കാം. ചെറിയൊരു പേടിയുണ്ടല്ലോ എന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇവരിവിടെ എത്തിയ സ്ഥിതിക്ക് നമുക്കിനി ബാക്കി വിശേഷങ്ങൾ ഇരുന്ന് സംസാരിക്കാം. റെഡി? ആദ്യം തന്നെ നമുക്ക് ദേവി ചേച്ചിക്ക് ഒരു കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കണം. ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു. അപ്പൊ നിങ്ങളുടെ പുതിയ വിശേഷം എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, KGF. പക്ഷെ KGF-ന്റെ കാര്യം പറയുമ്പോ KGF പാർട്ട് 1 ഞങ്ങളുടെ പേരുള്ളൂ. അതെ, ശോഭ് ചേട്ടൻ സെക്കൻഡ് പാർട്ടിലില്ല. സെക്കൻഡ് പാർട്ടിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഇല്ല. കഥ പറയുന്ന ആള് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. പക്ഷെ മാഡം ഉണ്ടല്ലോ. ചെയ്യാൻ സാധിച്ചില്ല. അതിനകത്ത് ഇപ്പൊ എന്റെ ക്യാരക്ടർ ഫസ്റ്റിൽ പറഞ്ഞ അതേ സംഭവം ചെയ്യുന്നത് പ്രകാശ് രാജ് പുള്ളിയുടെ ഓൺ വോയിസ് ആണ്. ഞാനൊരു സീരിയൽ ചെയ്യുന്ന, ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു, ഒരു സീരിയൽ ചെയ്യുന്ന ലാഘവത്തോടെ പോയി ചെയ്ത ഒരു സിനിമ. സാറിന് ഈ കന്നഡ സിനിമയില്ലേ, കന്നഡ സിനിമകൾ അധികം മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ അങ്ങനെ ഹിറ്റ് ആവാറില്ല. അത് തന്നെയല്ല, കന്നഡയിൽ അങ്ങനെ ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഒരു കന്നഡ പടം വന്നിട്ടുണ്ട്, ശോഭി ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ആനന്ദനാഗ് എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൽ സ്വാധീനമായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റാണ്. അപ്പോൾ അയാൾ ഏജായിട്ട്, അയാളുടെ ഏജ് ക്യാരക്ടറാണ്, അയാളാണ് കഥ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, മുറിവേറ്റ സിംഹ സംഭവിക്കില്ല, ഗർജനത്തേക്കാൾ ഭയാനകം എന്നൊക്കെ പറഞ്ഞ സാധനം. ഇത് നമ്മൾ വളരെ കാഷ്വലായിട്ട്, എനിക്ക് ഒരു ദിവസം കൊണ്ട് തീർന്നു, ഒരു 2-3 മണിക്കൂർ കൊണ്ട് തീർത്തെന്ന് തോന്നുന്നു. ആക്ച്വലി എനിക്കും ഇത് തന്നെയായിരുന്നു. ഇങ്ങനൊരു വലിയ സിനിമയാണെന്നൊന്നും എനിക്കും അറിവില്ലായിരുന്നു. അവിടെ ചെല്ലുന്നു, എനിക്ക് കുറച്ച് ഡബ് ചെയ്യാനും ഉണ്ടായിരുന്നു. ഒരു 2-3 മണിക്കൂറിൽ വർക്ക് ചെയ്ത് തീർന്നു. ആക്ച്വലി ഈ സിനിമയുടെ റിലീസിന് ശേഷവും അതിനോടനുബന്ധിച്ചുമാണ് സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ അവർ വിളിക്കുമ്പോഴാണ് ഇതൊരു വലിയ സിനിമയാണെന്നും ഈ സിനിമ ഇത്രയധികം എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമയാണെന്നും തിരിച്ചറിയുന്നത്. ഡബിങ് എല്ലാം നമ്മൾ എല്ലാ സിനിമയും ആണെങ്കിലും സീരിയലാണെങ്കിലും നമുക്കെല്ലാം ഡബിങ് എല്ലാം ഒന്നാണ്. പക്ഷെ ഇതൊരു വലിയ സിനിമയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേ, ഈ KGF ഇത്രയും ഹിറ്റ് ആയപ്പോ സത്യം നമ്മള് ഡബ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ ബാക്കിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ച് അതിനകത്ത് കഥ പറയുന്നതാണ്. അതുകൊണ്ട് ഈ കഥയുടെ ആ പറച്ചിൽ മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കി വിഷ്വലൈസേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഇത് ഇത്ര വലിയ പടമായോ, ഞാൻ കണ്ടില്ല. ഞാനും കണ്ടിട്ടില്ല. സെക്കൻഡ് പാർട്ട് ഞാൻ കണ്ടു. സെക്കൻഡ് പാർട്ട് കണ്ടത് എന്തുകൊണ്ട് എന്റെ ക്യാരക്ടർ ഇല്ല എന്നറിയാൻ വേണ്ടി. ആ സിനിമയിൽ ഇപ്പൊ സിംഹത്തിന്റെ ഗർജനം, പിന്നെ നിങ്ങളുടെ ഹീറോ, അങ്ങനത്തെ ചില ഡയലോഗ്സ് ഉണ്ടല്ലോ, അത് അധികം സ്വാഭാവികമല്ലാത്തൊരു ഡയലോഗുമാണ്. നിങ്ങളത് ഡബ് ചെയ്തപ്പോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു എന്ത് ഡയലോഗാണ് ഇതൊക്കെ, അങ്ങനെ വിചാരിച്ചു? അല്ല, നമ്മൾ പല ഈ അന്യഭാഷാ സിനിമ ചെയ്യുമ്പോഴും നമ്മൾ ഇതെന്തോന്നറിയേ നമ്മുടെ മലയാളികൾ അംഗീകരിക്കുമോ? പക്ഷെ നമ്മള് ഈ മലയാളികൾ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് മാറ്റാറുണ്ട് നമ്മള്. എഴുതി വെക്കുന്ന ഇതൊന്നും അല്ല, സ്ക്രിപ്റ്റിനകത്ത് വേറെന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഈ ട്രാൻസ്ലേഷൻ അതേപടി കൊണ്ടുവന്നിട്ട് ഞാൻ പറയും ഇത് ശരിയാവില്ല, ഇത് പറഞ്ഞ ആളുകൾ കൂവും, അതുകൊണ്ട് നമുക്കത് മലയാളീകരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങള് ആയിട്ട് മാറ്റും. അപ്പോൾ നമ്മൾ ഈ ചില അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന വാക്കുകൾ ചിലത് നമുക്കത് ഉപയോഗിച്ചു വരും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ RRR സിനിമയിൽ രാംചരണിന് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ
ചില അതുപോലെ തന്നെ നമ്മുടെ ബാഹുബലി, ബാഹുബലിയിലൊക്കെ അതൊക്കെ ഇതൊക്കെ മങ്കൊമ്പ് സാറാണ് ചെയ്തത്. അതിൽ ചില വാക്കുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് നമുക്ക് മലയാളീകരിച്ചാലും അത് ശരിയാവത്തില്ല, അതിൻ്റെ ഒരു പവർ നഷ്ടപ്പെടും. അതായത് കുംഭസ്ഥലത്ത് തന്നെ തകർക്കാൻ പോകുന്ന മതിച്ച് തകർക്കാൻ പോകുന്ന അങ്ങനെ ഒരു ഡയലോഗുണ്ട്. ഈ കുംഭസ്ഥലം എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഒരു സംസാര ഭാഷയിൽ പറയുന്നത്, അത് ശരിക്കും ഒരു സാഹിത്യ ഭാഷയാണ്, അല്ലാതെ നമ്മുടെ ഒരു സംസാര ഭാഷയല്ല. അപ്പോൾ അത് പക്ഷേ ആ വാക്ക് കുംഭസ്ഥലം എന്നുള്ളത് മാറ്റിയിട്ട് അതിന് പകരം വേറൊരു വാക്ക് പറയാന്ന് പറഞ്ഞാൽ അതിനൊരു പവർ നഷ്ടപ്പെടും. അപ്പം അങ്ങനെയുള്ള ചില വാക്കുകളല്ലാതെ നമ്മൾ ഈ തെലുങ്കിൽ നിന്ന് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് കൊണ്ടുവന്നാൽ നമുക്കും ഇഷ്ടപ്പെടത്തില്ല, നമുക്കത് കേൾക്കുന്നവർക്കും തീർച്ചയായിട്ടും കൂവലുണ്ടാവും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഗർജിക്കുന്ന സിംഹത്തിന്റെ ഒരു ഡയലോഗ്, നിങ്ങളുടെ ഹീറോ, അത് നിങ്ങളൊന്ന് ഇവിടെ ഇപ്പൊ ഒന്ന് സ്പോട്ട് ഡബ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങളുടെ ഹീറോ ഇപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. അയാളെ കൊന്നില്ലേ? അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? Will he give up? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. What do you mean? പേജ് നമ്പർ 128. ഞാൻ കഷ്ടപ്പെട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കേ. താങ്ക് യു. ഡബിങ് സ്റ്റുഡിയോയിലുള്ള കാണലും അല്ലെങ്കിൽ അപ്പൊ വർക്കിന് റിലേറ്റഡ് ആയിട്ട് അതല്ലാണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ അങ്ങനെയൊക്കെ ഒരു സൗഹൃദം ശരിയാ, ഇവർക്ക് ഒന്നിനും ആക്ച്വലി ഇപ്പൊ ഞാൻ പറയുന്നതിനോട് ശോഭചേട്ടനും യോജിക്കുമായിരിക്കും. സീരിയലിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ആർക്കും നമ്മളുടെ ഫാമിലി ഫങ്ഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ട്രിപ്പ് പോവുക അതിനുള്ള സമയം കിട്ടുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ഉടനെ സ്വാസികയുടെ ഒരു 25 സീൻ അങ്ങ് തരും, ഇതങ്ങ് ചെയ്തു വെച്ചിട്ട് പോകണം. അപ്പൊ അങ്ങനെ പലരുടെയും നമുക്ക് തരുമ്പോൾ നമുക്ക് സമയം കിട്ടില്ല. ഇപ്പം ഞാൻ നേരത്തെ ഇപ്പോഴൊക്കെ കുഴപ്പമില്ല, ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ തിരുവനന്തപുരം വിട്ട് ഒരു 2 ദിവസത്തിൽ കൂടുതൽ എനിക്ക് പോകാൻ പറ്റില്ല. ആർക്ക് ഡബിങ്ങിൽ സജീവമായി നിൽക്കുന്ന ആർക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അഭിനയത്തിന്റെ കാര്യത്തിൽ കുറച്ച് മാറി നിന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ സ്റ്റുഡിയോസ് എല്ലായിടത്തും ഉണ്ട്. ഓൺലൈൻ നമുക്ക് വിഷ്വൽ അയച്ചു കൊടുത്ത് ഡബ് ചെയ്ത എവിടെ വേണമെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ സ്റ്റുഡിയോ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ ചെയ്തിട്ടുണ്ട്. ഈവൻ വളരെ റിമോട്ട് ഏരിയയിൽ വാഗമണില് സ്റ്റുഡിയോ ഉണ്ട്, കുട്ടിക്കാനത്ത് സ്റ്റുഡിയോ ഉണ്ട്. പിന്നെ എവിടെയൊക്കെ പോകേണ്ടത്. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ മാവേലിക്കരയില് ഉള്ളിലൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോ കണ്ടുപിടിച്ച് അവിടെ പോയി ഡബ് ചെയ്ത് അയച്ചു കൊടുത്തു. എന്തിന്? തിരുപ്പതി അല്ല, കാളഹസ്തി എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഭയങ്കര രസമാട്ടാ. ഞാൻ കാളഹസ്തി നിൽക്കുന്നു, ഞാൻ ഇവിടുന്ന് എല്ലാം ഡബ് ചെയ്തിട്ട് പോയത്, ഫാമിലി ആയിട്ട് പോയതാ. കാളഹസ്തി നിൽക്കുമ്പോഴേക്കും വാനമ്പാടി സീരിയലിന്റെ ദീപു വിളിക്കുന്നു, ചേട്ടാ ഒരു 2 സീൻ അത്യാവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ കാളഹസ്തി നിൽക്കൂടാ ചേട്ടാ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, നീ ഫോൺ വെക്ക്, ഞാൻ നോക്കട്ടെ. ഞാൻ നേരെ ഗൂഗിളിൽ കയറി ഡബിങ് സ്റ്റുഡിയോ നിയർ ബൈ എന്നുള്ള ലെവലിൽ അയച്ചു നോക്കിയപ്പോൾ തിരുപ്പതിയിൽ ഒരെണ്ണമുണ്ട്. കാളഹസ്തിയിൽ 30 കിലോമീറ്റർ ഉണ്ട് തിരുപ്പതിക്ക്. അപ്പോൾ തിരുപ്പതി സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ ആ സ്റ്റുഡിയോ നമ്പർ എടുത്ത് വിളിച്ചു. അപ്പോൾ അവർ ഈ തെലുങ്കല്ലേ, നമുക്ക് തെലുങ്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ അറിയാവുന്ന തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ച് പറഞ്ഞു. ശരി വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മെയിൽ ഐ ഡി തരാൻ പറഞ്ഞു. മെയിൽ ഐ ഡി തന്നു. ഇയാൾ ഇത്തിരി ജാടയിലൊക്കെ സംസാരിക്കുന്നത്, ഈ സ്റ്റുഡിയോയുടെ ഓണർ. ഞാൻ പറഞ്ഞു മെയിൽ ഐ ഡി തരാൻ പറഞ്ഞു. മെയിൽ ഐ ഡി അയച്ചു തരാൻ. മെയിൽ ഐ ഡി തന്നു. ഞാനിത് ഇവർക്ക് അയച്ചു കൊടുത്തു. ഈ വിഷ്വൽ അവർ അയച്ചു. ഞാൻ ഇവിടുന്ന് എൻ്റെ ഫാമിലിയെ മൊത്തം ഈ കാളഹസ്തിയിലെ ഹോട്ടലിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാമെന്ന്. ഞാൻ അവിടെ നിന്നൊരു ബസ്സിൽ കയറി നേരെ തിരുപ്പതി വന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ ഈ സ്റ്റുഡിയോയിലെത്തിയപ്പോഴേക്കും ഞാൻ ഡോറ് തുറന്നപ്പോഴേ ഇയാൾ നമസ്കാരം സർ, ഇങ്ങനെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇയാൾ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇയാൾ മലയാള സീരിയൽ കാണുന്നുണ്ടോ? ഞാൻ ആലോചിച്ച് ഇയാൾ ഭയങ്കര എന്നെ സ്വീകരിച്ച് ആനയിച്ചൊക്കെ ഇരുത്തുന്നു. ഞാനൊന്ന് സംശയിച്ചു, എന്ത് ചെയ്യുന്നു, ഇയാൾ മലയാളിയാണോ? അല്ല, ഇയാൾ മലയാളിയല്ല, തെലുങ്ക് തന്നെ. പിന്നെ എനിക്കൊരു ഡൗട്ട്, എന്താണെന്നൊരു പിടിയില്ല. എന്തായാലും ഓട്ടെ ചെന്ന് ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വാനമ്പാടിയിൽ അഭിനയിക്കുന്ന ഞാൻ ഡബ് ചെയ്യുന്ന ആള് സായി കൃഷ്ണ, അയാൾ തെലുങ്കനാണ്. പുള്ളിക്കാരൻ തെലുങ്കൻ എന്നുള്ളത് മാത്രമല്ല, അയാൾ തിരുപ്പതി ഭഗവാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ റെസ്പെക്റ്റ് ആണ് എൻ്റെ അടുത്ത്. സാർ നിങ്ങൾ ഇവർക്കാണോ ഡബ് ചെയ്യുന്നത്? എൻ്റെ എന്ത് ചെയ്താൽ കാശ് മേടിക്കത്തില്ല, സ്റ്റുഡിയോയുടെ റെന്റ് കൊടുത്തിട്ട് വാങ്ങിക്കത്തില്ല.
പുള്ളി തിരുപ്പതി തിരുപ്പതി ഭഗവാനാണ്. വെങ്കടേശ്വര അവസാനം ഞാൻ ഒരു കണക്കിന് കയ്യിൽ പിടിച്ച് ഉയർപ്പിച്ച് നമ്മൾ ഇല്ല വാങ്ങിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ്. അപ്പോൾ അതുപോലെ ഞാൻ ശബ്ദമാണെങ്കിൽ കൽക്കട്ടയിൽ പോയിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. അവിടെയും സ്റ്റുഡിയോ കണ്ടുപിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ശോഭിച്ചോടെ ടൂർ പോകണമെന്ന് വെച്ചാൽ അങ്ങ് പോവും, എന്നിട്ട് അവിടെ സ്റ്റുഡിയോ കണ്ടുപിടിക്കും. അല്ലാണ്ട് നടക്കൂല്ലത് ചേട്ടൻ. മാത്രമല്ല ഇപ്പൊ സീരിയലിലെ പല ആർട്ടിസ്റ്റുകളും എവിടെയെങ്കിലും പോയിട്ട് എന്നെ വിളിക്കും, ശോഭി ഇവിടെ സ്റ്റുഡിയോ ഉണ്ടോ? അപ്പൊ സീരിയല് ഡബ് ചെയ്യുന്ന എല്ലാവർക്കും ഇനി ഒരു പുതിയൊരു ഇതാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം, സ്റ്റുഡിയോ കണ്ടുപിടിച്ച് ശോഭിച്ചിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് ഇട്ടിട്ട് നമുക്കൊരു ഗെയിം കളിച്ചാലോ? ഗെയിമോ? കാരണം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതം ഡബ് ചെയ്യുന്നു, അവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു, ഡബ് ചെയ്യുന്നു, സൗണ്ട് കൊടുക്കുന്നു. അതുകൊണ്ട് സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമും കൂടി കളിക്കാം. അതായത് നമ്മുടെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ നിന്ന് അവരൊരു മ്യൂസിക്, ഒരു BGM പ്ലേ ചെയ്യും. അത് ഏത് സിനിമയിലെ ഏത് BGM ആണ് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇതിന് ഉത്തരം ഒരാൾ പറഞ്ഞ പോലെ. അതായത് ദേവി ചേച്ചിക്ക് ഒരു BGM, അല്ല അങ്ങനെ വേണ്ട, അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് 3 എണ്ണം വെച്ചുണ്ടാവും. വലിയ പാടായിരിക്കും, നോക്കാം, ശ്രമിക്കാം. അതായത് നിങ്ങൾക്ക് ചിലപ്പോ വളരെ ഫേമസ് ആയിട്ടുള്ള BGM നമ്മൾ ഇടുള്ളൂ. പിന്നെ അതിലെ ഒരു ഡയലോഗും കൂടി അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള അതല്ല മമ്മൂക്ക അവരൊക്കെ എന്താണോ പറഞ്ഞത് ആ സിനിമയിൽ ഒരു ഇപ്പൊ KGF-ലാണെങ്കിൽ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടാവുമല്ലോ, വയലൻസ് അത് പറഞ്ഞത്. അതൊക്കെ പറയാം, അതും കുഴപ്പമില്ല. മതി. പക്ഷെ ഇത് നമുക്ക് അറിഞ്ഞൂടാത്താണ് ഇങ്ങനെ പറയും, തോറ്റു. ശരി, അപ്പൊ ടാസ്ക് കിട്ടും. അതായത് ഈ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമ്മാനം ഉണ്ടാവും, ആൻഡ് തോറ്റു കഴിഞ്ഞാൽ ഒരു കഠിന ടാസ്ക് ഉണ്ടാവും. എന്തായാലും നമുക്ക് നോക്കാം. ആ ഫസ്റ്റ് BGM നമുക്ക് ദേവി ചേച്ചിക്ക് കൊടുക്കാം. യെസ്, ഓക്കെ. ദേവി ചേച്ചിക്കുള്ള ആ ഒരു മ്യൂസിക്. ശ്രദ്ധിച്ചേട്ട് കുറച്ചും കൂടി. മലയാളം മമ്മൂക്കയുടെ പടാണ്. മമ്മൂക്കയുടെ ഒരുപാട് പഴയതല്ല, നമുക്ക് ഭയങ്കര സ്റ്റൈലായിട്ടുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ്. സ്ലോ മോഷൻ. ബിഗ് ബി ആണോ? ഡയലോഗ് കൂടി പറഞ്ഞോളൂ. ബിഗ് ബിയിലെ ശോഭിച്ചിട്ടും പറഞ്ഞ ഡയലോഗ് ആണോ? എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കൊച്ചി പഴയ കൊച്ചി. നീ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ പറയും? ഞാനിവിടെ പലതും പറയുന്ന ആരും മൈൻഡ് ചെയ്യാറില്ല. കൊച്ചി പഴയ കൊച്ചിയല്ല, പിന്നെ എന്തോ എന്റെ കൂടെ എന്തോ കൂടെ ഉണ്ട്. ഈ ഓക്കെ, അപ്പൊ ദേവി ചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി അടുത്ത ശോഭിച്ചേണ്ട മ്യൂസിക്. ഇത് ഞാൻ പറയായിരുന്നു. മനസ്സിലായില്ല? ശരിക്കും കേട്ട് നോക്കും മാഷേ. ശോഭിച്ചേട്ടാ തളർത്തരുത് രാമൻകുട്ടി. ഞാൻ പറഞ്ഞതിൽ ക്ലൂ ഉണ്ട്, ശരിക്കും കേൾക്കൂ മാഷേ. അതെ, മാഷേ. പടത്തിന്റെ പേര് കിട്ടുന്നില്ല അല്ലേ? പോരട്ടെ, അത് തന്നെ. 1 കൊല്ലട്ടെ. ഇല്ല, തോറ്റു. സമയം കഴിഞ്ഞിരിക്കുകയാണ്. തമ്പുരാട്ടിയാടോ മാഷേ? എന്നിട്ടും പിടിയിട്ടില്ല. 6-ാം തമ്പുരാൻ. അതായത് മറ്റേ വാതിൽ തുറന്നു വരുമ്പോ കാവില് ഭഗവാൻ അഴിഞ്ഞു വീണ കേശഭാരം എന്നൊക്കെ പറയുന്നില്ലേ? കൊമ്പത്തിന്റെ ഒരു എന്തോ ഒരു സാധനം വന്നു, അതിലായിരുന്നു കിടന്നത്. അപ്പൊ എന്തായാലും ശോഭിച്ചേട്ടന് പോയിന്റ് ഇല്ല. ഇനി അടുത്ത ദേവി ചേച്ചിയുടെ ക്വസ്റ്റ്യൻ. വീണ്ടും പോയിട്ട് ഇതൊക്കെ എനിക്ക് തരണ്ട. ഞാൻ കമ്മീഷണർ, ഓർമ്മയുണ്ടോ ഈ മുഖം? അതെ വാ. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം തെറ്റാണ്. കമ്മീഷണർ അല്ലേ? അല്ലേ, അത് കമ്മീഷണർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ പ്ലേ ചെയ്തേ നോക്കട്ടെ. അയ്യോ, ഞാൻ കമ്മീഷണർ ആണെന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നുകൂടെ പ്ലേ ചെയ്യാമോ? കമ്മീഷണറിന്റെ അടുത്ത് വരുന്ന ഒരാൾ. മമ്മൂക്കയുടെ ആണോ? മമ്മൂക്കയുടെ ഇതേപോലെ തന്നെ ഭയങ്കര ചടുലമായിട്ടുള്ള ഡയലോഗ്സും അതൊക്കെയുള്ള കിങ് ആണ്. അതിന്റെ ഡയലോഗ് അറിയോ? ഇന്ത്യ എന്താണെന്ന് അറിയണം നീ. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടി പുസ്തകത്താൽ നിന്നും നീ പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യയുടെയും തോട്ടുകളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിയിച്ചിരിക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം.
സ്വന്തം ഡയലോഗ് അറിഞ്ഞൂടാ. ഇതെല്ലാം അറിയാം. ബാക്കിയെല്ലാം correct അല്ല ആണ്. ഇത് ആക്ച്വലി ഞാൻ പണ്ട് ഒരു സ്കൂളിലും മിമിക്രി കോളേജിലും താരമായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി വിന്നറാണ്. അന്ന് ഞാൻ മമ്മൂക്കയെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഓ, അത് ശരി. ശരി. അപ്പൊ അപ്പൊ അതുപോലെ പറയൂ. അന്ന് പഠിച്ചു വെച്ചതാണ്. പഠിച്ചു പക്ഷെ ഇപ്പൊ വെച്ചതാണ്. മിമിക്രി വിട്ടു. മിമിക്രി ഇല്ല, അതുകൊണ്ട് മിമിക്രി പറയുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ഒരു പോയിന്റ് ആയിട്ടുള്ളൂ. ഞാൻ ആ രണ്ടാമത്തെ തെറ്റാണ് പറഞ്ഞത്. ഒരു പോയിന്റ് ചേട്ടന് ഇപ്പൊ ഇതിന് പോയിന്റ് ഇല്ല, നമ്മൾ പാസിലാണ്. പക്ഷെ അതുകൊണ്ട് ഇനി ചേട്ടന് ശരിക്കുള്ള ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വരുന്നു. ഇനിയും വരുന്നുണ്ട്. ശരി. അയ്യോ, എനിക്കറിയാലോ. അയ്യോ, എനിക്കിത് അറിയാം, സിനിമ അറിയാം, പക്ഷെ പേര് പിടിയിടുന്നില്ല. സിനിമ അറിയാൻ പേര് കിട്ടുന്നില്ല. മറ്റത് ഇതല്ല. മറ്റത് ഇതല്ലേ? ഏത് മറ്റത്? ചേടാ, പേര് ഇടുന്നില്ല. ഈ സിനിമ അറിയാം, മമ്മൂട്ടിയുടെ സിനിമ അല്ല. അല്ല, തോറ്റു. അയ്യടാ പാവം, ദേ തോറ്റ് കൈ കെട്ടി. എന്റെ നേരത്തെ ആ ഷോട്ട് ഒന്ന് റീപ്ലേ ഇടുവോ? കമ്മീഷണർ ആ, കമ്മീഷണർ ഈ മ്യൂസിക് ആണ്. കമ്മീഷണർ ഓർമ്മയുണ്ടോ ഈ മുഖം? ആ ഡയലോഗ് വരെ നേരത്തെ ശോഭിച്ചേട്ടൻ കറക്റ്റ് പറഞ്ഞതാണ്. ഞാൻ തെറ്റിച്ചപ്പോ. ഇനി എനിക്കാണ് ചേച്ചിക്ക്. സൂര്യകിരീടം അല്ലേ? കറക്റ്റ്. ഇനി നേരത്തെ പോലെ തെറ്റിപ്പോണ്ട. കറക്റ്റ് അല്ലേ? എന്താടോ വാര്യരെ താൻ ഇങ്ങനെ പോയത്? കറക്റ്റ്. അത് correct. ഇത് സിനിമയിൽ ദേവാസുരം. ദേവാസുരം. അല്ലേ? ഇതേപോലെ പഠിച്ചു വെച്ച ഡയലോഗ് വല്ല ഓർമ്മയുണ്ടോ ദേവാസുരത്തില് മിമിക്രി കാണിച്ച? അതിനകത്ത് നീല. ഭാഗ്യലക്ഷ്മി ആന്റി ഒരു കാറ് കത്തിയ എനിക്ക് പുല്ല, പകരം നിന്റെ ഈ സാമ്രാജ്യം ഞാൻ കത്തിക്കും. ഷമ്മിച്ചേട്ടന്റെ സൗണ്ട്. ശരി, നെപ്പോളിയൻ സാറിന് കൊടുത്തിരിക്കുന്ന ശബ്ദം ചേട്ടൻ. അതിനകത്ത് പിന്നെ ഭാഗ്യലക്ഷ്മി ആന്റി വളരെ അതിമനോഹരമായി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. വല്ലപ്പോഴും ജയിക്കണം എന്നൊരു മോഹം എനിക്ക് ഉണ്ടാവും എന്ന് പറയുന്ന അത് ഭയങ്കര രസമാണ് ആ റെൻഡറിങ്. നമുക്ക് എപ്പോഴും കാണുമ്പോൾ രോമാഞ്ചം വരുന്ന സിനിമയും ഡയലോഗ്സും ഒക്കെയാണ് അത്. ഇനി ശോഭിച്ചേന്റെ ക്വസ്റ്റ്യൻ. നീ ഉണ്ടോ എനിക്ക്? ചേട്ടൻ ഞാൻ കൊല്ലും. ലാലേട്ടന്റെ തമാശയുമാണ്, പക്ഷെ ലാസ്റ്റ് നമ്മൾ കണ്ണു നിറയും ഈ ഒരു ഡയലോഗില്, ഈ ഒരൊറ്റ ഡയലോഗില്. നല്ല പാട്ടുകളും നമ്മളെ കുറേ ചിരിപ്പിച്ചിട്ട് അവസാനം നമ്മളെ കരയിപ്പിക്കും. അല്ലേ ഡയലോഗ്? എനിക്ക് വേണ്ട. ചിത്രം. ചിത്രത്തിലെ ഡയലോഗ് ശോഭിച്ചേട്ടൻ പറയേണ്ടത് ഒരു ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ ഡയലോഗാണ്. നമ്മുടെ ശരൺ. മൈ ബ്രദർ ഡ്രിങ്കിങ് വാട്ടർ. അതിലും വേറെ ഉണ്ടല്ലോ, എന്നെ കൊല്ലാതിരുന്നൂടെ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സൂപ്പർ. അത് ശോഭിച്ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗെയിം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കി. വാശിയേറിയ ഒരു മത്സരത്തിനൊടുവിൽ അറിയാലോ ആരായിരിക്കും ഇതിന്റെ വിജയ കിരീടം വിജയിച്ചത്? ഞാനല്ല, അല്ല, വിജയ കിരീടം ചൂടിയിരിക്കുന്നത് ദേവിയാണ്. എന്റെ സ്വന്തം ശബ്ദമാണ്. തോറ്റു പോയിരിക്കുന്നത് പാവം എന്റെ ഇന്ദ്രേട്ടനാണ്, ശോഭിച്ചേട്ടനാണ്. നിങ്ങളുടെ ഹീറോ തോറ്റുപോയി. നിങ്ങളുടെ ഹീറോ തോറ്റു പോയിരിക്കുന്നു അല്ലേ? ഡബിങ്ങിൽ തോറ്റിട്ടില്ലല്ലോ. എന്തായാലും നല്ല സ്വീറ്റ് ആയിട്ടുള്ള ദേവി ചേച്ചിയുടെ സമ്മാനം ഞാൻ എടുത്തിട്ട് വരാം. ആൻഡ് ശോഭിച്ചേട്ടന് പണിഷ്മെന്റ് ഉണ്ട്, അതിനൊന്ന് റെഡി ആയിട്ട്. ഇനി ചേട്ടൻ ഈ കിരീടത്തിന് പകരം ഈ കണ്ണട ചേച്ചിക്ക് വെച്ചു കൊടുക്കണം. എനിക്കെന്തിനാ ഇത്? എന്നിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം, ഐ ആം ദ വിന്നർ ഓഫ് ദിസ് ഷോ.
ടാസ്ക് ചെയ്യണ്ടേ? ആ ഉണ്ടല്ലേ. ആ ഇനി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാട്ടിനനുസരിച്ച് ചേട്ടൻ നൃത്തം ചെയ്യണം. അയ്യോ, ഞാനൊന്ന് ഡാൻസ് എന്ന് പാട്ട് പറയുന്ന സാധനം- ഈ ഡാൻസ് എന്ന് പറയുന്ന സാധനം എന്റെ അത് ചേട്ടന് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ? പാട്ട് എന്ത് പാട്ട് ഞാൻ പാടണം? ഫാസ്റ്റ് നമ്പർ പാടണോ? ഡാൻസ് അറിയാമെങ്കിലല്ലേ ഞാനത് പറയേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഉണ്ടല്ലോ, എന്റെ ഈ പാട്ടിന് ചേട്ടന് ഡാൻസ് ചെയ്യാൻ പറ്റും. കാരണം കുറച്ച് മലയാളിത്തമുള്ള ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ഓക്കെ, ചേട്ടാ റെഡി അല്ലേ? സി പിടിച്ചോ, സി. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? സിയോ? അല്ല, എനിക്ക് പാടണ്ടേ? ഓഹോ, നിങ്ങൾ എന്ത് പണിയും ചെയ്തോ, പക്ഷെ എന്റെ പാട്ട് കൊള്ളാക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. കാക്കേ കാക്കേ കൂടെവിടെ കളിക്ക്. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു അഭിനയിക്കണം. കുഞ്ഞുണ്ടോ? കുഞ്ഞിനു തീറ്റ കൊടുക്കാം ഞാൻ, കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ, അത് കുറച്ച് കുഞ്ഞിനെ ലാളിക്ക്. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ലേ നെയ്യപ്പം. അയ്യോ കാക്കേ പട്ടി